കലാപത്തിൽ മുസ്ലിങ്ങൾക്ക് താങ്ങായി തണലായി നിന്നവരാണ് സിഖുകാർ. വെറുതെയല്ല, അവരുടെ ജീവൻ ആപത്തിലേക്ക് കടന്നു പോകുമെന്ന് വരെ അറിഞ്ഞിട്ടും താങ്ങായി തണലായി നിന്നവരാണ് സിഖുകാർ. തങ്ങളുടെ വാഹനങ്ങളിൽ കലാപ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് മുസ്ലിം സഹോദരങ്ങളെ രക്ഷിച്ച് സ്വന്തം ആരാധനാലയത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച സിഖുകാർ അവർ മഹാന്മാർ തന്നെയാണ്. അതെ, പുതിയ ഒരു സൗഹൃദത്തിന് ഇന്ത്യ വേദിയാവുകയാണ്. സിഖ് മുസ്ലിം സൗഹൃദം. ഇതാ അതിനുള്ള പുതിയ ഉണർവുമായി മുസ്ലിം സഹോദരങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഡൽഹിയിൽ താങ്ങായ സിഖുകാർക്ക് ഉത്തർപ്രദേശിലെ മുസ്ലിം സഹോദരങ്ങൾ പടിഞ്ഞാറൻ യുപിയിലെ സഹാറൻപൂരിലെ എത്രയോ വർഷങ്ങളായി തർക്കത്തിലുണ്ടായിരുന്ന ഒരു ഭൂമി, സിഖുകാർ ഒരു ഭൂമി വാങ്ങി. ആ ഭൂമിയിൽ പണ്ട് മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു എന്ന് കാണിച്ച് മുസ്ലിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിരുന്നു. നിലവിൽ ആ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഡൽഹിയിൽ സഹായിച്ച സിഖുകാർക്ക് യുപിയിലെ മുസ്ലിങ്ങൾ ഒരു സമ്മാനം നൽകുന്നുള്ളത്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അതെ, ആ സമ്മാനം ഇതാണ്. 10 വർഷക്കാലമായി പരസ്പരം തർക്കത്തിലുണ്ടായിരുന്ന ആ ഭൂമി മുസ്ലിങ്ങൾ സിഖുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. പകരം സിഖുകാർ മുസ്ലിങ്ങൾക്ക് ഒരു ഭൂമി നൽകി. ആ ഭൂമി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ തിരിച്ചു നൽകിയിരിക്കുന്നു. ഡൽഹി കലാപത്തിൽ താങ്ങും തണലുമായി നിന്ന തങ്ങളുടെ സിഖ് സഹോദരന്മാർക്ക് ഈ ഭൂമി തങ്ങൾ നൽകുന്നത് അത് തങ്ങളുടെ ഒരു ഔദാര്യമല്ല, മറിച്ച് അതൊരവകാശമാണ്. ഒരു പ്രതിസന്ധിയിൽ താങ്ങായി നിന്നതിന് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് തണലായി നിൽക്കുന്നു എന്നുള്ളതാണ്. പടിഞ്ഞാറൻ യുപിയിലെ സഹാറൻപൂരിലെ മുസ്ലിങ്ങൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യത്തിന്, പുതിയ ഒരു സൗഹൃദത്തിന് മുന്നോട്ട് വരുമ്പോൾ സംഘികൾ ഭയക്കുകയാണ്. സിഖ് മുസ്ലിം സൗഹൃദം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് സംഘപരിവാറിൻ്റെ വർഗീയ ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും പടിഞ്ഞാറൻ യുപിയിലെ ഈ മനോഹരമായ സൗഹൃദം കണ്ട് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും മതേതരത്വ വിശ്വാസികളും വലിയ രീതിയിൽ ലൈക്കടിക്കുകയാണ്. അവരെല്ലാവരും കൈയടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.